ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇതാണ് യുവർ ട്രക്ക് സിമുലേറ്റർ. ഇതൊരു അടിപൊളി ആൻഡ്രോയിഡ് ഗെയിമാണ്. ഗൈസ്, ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ട്രക്ക് ഓടിക്കുക. അതായത് ഈ ഗെയിമിനകത്ത് പെട്രോൾ അടിക്കാൻ പറ്റും, ട്രക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും, കിടന്നുറങ്ങാൻ പറ്റും. ഗൈസ്, അങ്ങനത്തെ പരിപാടികളെല്ലാം ഇതിലുണ്ട്. പിന്നെ നമുക്ക് വണ്ടി പണിയാനും പറ്റും, പിന്നെ വേറെ വണ്ടി വാങ്ങാനും പറ്റും. നമ്മൾ ഈ ലോഡ് കൊണ്ടുപോയിട്ട് നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ വെച്ചിട്ടാണ് ഗൈസ് ഇതിലെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതായത് ആ ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ അടിക്കാനും എല്ലാത്തിനും നമ്മുടെ ആ ഒരു പൈസ എല്ലാം നമ്മൾ ആ ഒരു ലോഡ് എടുക്കുന്ന ആ ഒരു ഇതിൽ കൂടാണ്. ഗൈസ്, നമുക്ക് അവൈലബിൾ ജോബ്സ് എടുക്കാം. എന്നിട്ട് ഗ്യാസ് ടാങ്കർ 331 കിലോമീറ്റർ 11 രൂപയോളം കിട്ടും. 11,951 രൂപയിലും കിട്ടും. ഗൈസ്, അതൊരു നല്ലൊരു ജോബാണ് അത് ഗൈസ്. കാരണം ആ ഒരു റേറ്റിന് അടിപൊളിയാണ്. ബാക്കി എല്ലാത്തിനേക്കാളും നല്ലൊരു റേറ്റ് ഒരു പരിപാടിയാണത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം ഗൈസ്. നേരെ എന്നിട്ട് പോയിട്ട് ലോഡ് എടുക്കുന്നതുകൊണ്ട് അവിടെയാണ് നമ്മുടെ ലോഡ് കിടക്കുന്നത്. നമ്മൾ എപ്പോഴും വെളിയിൽ നിന്ന് തന്നെ ലോഡ് എടുക്കണം. ലോഡങ്ങ് അകത്ത് കൊണ്ട് കിടക്കും. എന്നിട്ട് ആ അകത്ത് പോയി നമ്മൾ വണ്ടിയിൽ ലോഡ് സെറ്റ് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മളിത് അകത്തോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതെടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഇൻട്രോയിൽ കാണിച്ച പോലെ തന്നെ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് നമ്മുടെ ലോഡ് എടുക്കാം. നമ്മുടെ ഗ്യാസ് ടാങ്കർ എടുത്തു കഴിഞ്ഞാൽ മെയിൻ ഒരു പ്രശ്നമുണ്ട്. ഗ്യാസ് ടാങ്കർ അവിടെ ഇവിടെ ചെന്ന് ലോഡ് ഒരു ലിമിറ്റുണ്ട്. ലോഡ് അവിടെ ഇവിടെ ചെന്ന് ഇടിക്കുന്നതിന് കണ്ടോ, നമ്മുടെ സ്പീഡോമീറ്ററിന് മണ്ടയ്ക്കുണ്ട് ഡാമേജ് എന്ന് എഴുതിയേക്കുന്നത്. അത് ഫുള്ളായി കഴിഞ്ഞാൽ ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മൾ പോയിട്ടും കാര്യമൊന്നുമില്ല, നമ്മളെ വെറുതെ അത്ര പൈസ പോവും. കാരണം നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഗ്യാസ് ടാങ്കർ ഫുള്ള് ആയിക്കഴിഞ്ഞാൽ, ഡാമേജ് ഫുള്ളായി കഴിഞ്ഞാൽ അപ്പം തന്നെ സാധനം പോവും. പിന്നെ നമ്മൾ അത്രയും ഡീസൽ അടിച്ച് പോയതൊക്കെ വെറുതെ ആവും. അപ്പം ഗൈസ്, എന്തായാലും അത് ശ്രദ്ധിക്കണം. പിന്നെ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ പെയ്യെ തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ടാങ്കർ മുട്ടും ഗൈസ്. മുട്ടി കേട്ടോ, മുട്ടിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ചെറുതായിട്ടും തട്ടിയായിരുന്നു, ഇപ്പോൾ ശരിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ മുച്ചം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തോട്ട് പോവാം ഗൈസ്. എന്തോ പേരൊക്കെയാണല്ലേ, മുച്ചൻ അങ്ങനെന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര് ഗൈസ്. ഇവിടെ എന്തോ ബ്ലോക്കാണോ ഗൈസ്? ഇവിടെ ബ്ലോക്കല്ല, ഇത് ഇവന്മാർ തമ്മിൽ എന്തോ പ്രശ്നമാണ്. ഇതേ കണ്ടോ, വണ്ടി കിടക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ വണ്ടി ഇട്ടേക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതുവഴി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം. ഗൈസ്, പെട്ടെന്ന് തോന്നുന്നു വണ്ടി അങ്ങോട്ട് വരുന്നില്ല. കുഴപ്പമില്ല, വണ്ടി വരും. ഗ്യാസ് ടാങ്കർ സൈഡിൽ ഇടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പണി കിട്ടി. ഗ്യാസ് ടാങ്കർ സൈഡിൽ നൈസായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. ഡാമേജ് കൂടിയിട്ടുണ്ട്. ഡാമേജ് ഫുള്ളായി കഴിഞ്ഞാൽ ഗൈസ് കഴിഞ്ഞു. ഡാമേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അടിച്ച ഡീസലും വെറുതെ ആവും. പൈസ വീണ്ടും 50 രൂപയും പോയിട്ടുണ്ട്. 100 രൂപ പോയി കേട്ടോ, $100 പോയിട്ടുണ്ട്. കാരണം അവന്മാർ 2 കാറിലും ഇടിക്കുകയും ചെയ്തു ഗൈസ്. ഓരോരുത്തരൊപ്പിച്ച് വെച്ച പരിപാടിയല്ലേ, നമ്മളെന്തോ ചെയ്യാനാ? നമുക്ക് മര്യാദയ്ക്ക് കൊണ്ടുവരാവുന്ന ലോഡായിരുന്നു. അവന്മാരെല്ലാം കൂടെ ബ്ലോക്ക് ചെയ്തിട്ട് വഴി മുഴുവൻ ബ്ലോക്കാക്കി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഏരിയയിലോട്ട് പോവാം ഗൈസ്. ഇനി എന്താ നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. എത്ര 300 സംതിങ് കിലോമീറ്റർ ഉണ്ട്. നോക്കാം ഗൈസ് എങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഗൈസ്. ഈ സൈഡിൽ കാണുന്ന ചെറിയ കറുത്ത സാധനം കണ്ടോ ഗൈസ്, അതാണ് സ്പീഡ് ലിമിറ്റ് ഗൈസ്. ഏത് കൺട്രിയിലോട്ട് കയറുമ്പോഴും ഏത് കൺട്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ ഒരു സ്ഥലത്ത് ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്. കാരണം അവർ സ്പീഡ് ലിമിറ്റിൻ്റെ ആ ഒരു ബോർഡ് വന്നിട്ടുണ്ടല്ലോ, അതിൽ ഇപ്പോൾ 50 ലിമിറ്റ് ആണെങ്കിൽ 51 ആയാലും നമുക്ക് 500 രൂപ പറ്റി വരും. എത്ര വേണമെങ്കിലും കുറയ്ക്കാം, പക്ഷേ കൂട്ടാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് ഗൈസ്. പിന്നെ ഇതിന് വേറൊരു കാര്യങ്ങളുണ്ട്. പണ്ട് തൊട്ടേ എങ്ങനെയായിരുന്നു ഈ ഒരു ഗെയിമിൽ, അതായത് ഏത് ലോറി വാങ്ങിച്ചാലും
നമ്മുടെ സ്പീഡ് ലിമിറ്റ് ഏകദേശം 89-90 വരെ ഉള്ളൂ. അതിൽ കൂടുതൽ വണ്ടി കയറൂല. ഞാൻ വേറെ ലോറി വാങ്ങിച്ച് ഓടിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ ആ വണ്ടി ഒന്നും കയറിയിട്ടില്ലായിരുന്നു. അത് എന്തോ ആയിക്കോട്ടെ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്ര ഉള്ളു അതിൽ സ്പീഡ് ലിമിറ്റ്. 89-90 കറക്റ്റ് ഇതിൻ്റെ ഈ ഒരു റേഞ്ചിലേ വണ്ടി പോകത്തുള്ളൂ. ഏത് ട്രക്ക് വാങ്ങിച്ചാലും ഇതിൽ കൂടുതൽ റേഞ്ചിൽ പോകില്ല. പിന്നെ ഗൈസ് നമുക്ക് ഈ വണ്ടി ഫുള്ള് പണിയാൻ പറ്റും. നമ്മളാദ്യം ഈ ട്രക്ക് ഈ ലോഡ് കൊണ്ട് എത്തിച്ചിട്ട് വേണം വണ്ടി മുഴുവൻ പണിയാൻ. എന്നിട്ട് ഡീസൽ അടിക്കണം, പിന്നെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ ഗൈസ് നമുക്ക് കിടന്നുറങ്ങാനുള്ളൊരു സമയമാവുന്നുണ്ട്. പിന്നെ ഇവിടെ റോഡ് പണിയുണ്ട് ഗൈസ്. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ചില റോഡ് പണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെനക്കേട് പിടിച്ച പണിയാണ് ഗൈസ്. ഇത് അത്യാവശ്യം നല്ല മെനക്കേട് പിടിച്ചൊരു പണിയാണ്. കണ്ടോ, നമ്മൾ 40 ഗൈസിൻ്റെ ഗൈസ് ഫുള്ള് പോയിട്ടുണ്ട്. നമ്മുടെ ടാങ്കർ എവിടെയോ ചെന്ന് ഇടിച്ചിട്ടുണ്ട്. ഗ്യാസ് ടാങ്കർ എവിടെയോ ചെന്ന് ഇടിച്ചിട്ടുണ്ട്. എവിടെയാണോ ഇടിച്ചത്? ആ വീലെങ്ങാണ്ട് സൈഡിൽ തട്ടിയതാണ് ഗൈസ്. കണ്ടോ, വീല് സൈഡിൽ തട്ടിയതാണ്. വീലാണ് സൈഡിൽ തട്ടിയത് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഡാമേജ് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് പോവാം. നമ്മുടെ ട്രക്കിലും ഡാമേജ് വന്നിട്ടുണ്ട് ഗൈസ്. ഈ നമ്മുടെ സ്പീഡോമീറ്റർ ഇല്ലേ, അതിന് തൊട്ട് താഴെ കണ്ടോ മനുഷ്യൻ്റെ ഒരു പടം. അതാണ് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു പടം കണ്ടു ഗൈസ്. അതിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ റെഡായി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടെന്ന്. അതേസമയം വണ്ടി എവിടെയെങ്കിലും നിർത്തി ഉറങ്ങിയില്ലെങ്കിൽ ഗൈസ് അപ്പം തന്നെ പണി കിട്ടും. കാരണം ലോഡ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവനിങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴിയൊന്നും കാണത്തില്ല. വളമൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ വണ്ടി ഇടിക്കുകയും ചെയ്യും ഗൈസ്. അങ്ങനെ ഒരു കാര്യമുണ്ട് ഗൈസ്. ഇതിലെല്ലാം അത്യാവശ്യം റിയാലിറ്റി കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിലും ഉറങ്ങണമെങ്കിലും വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിലും എല്ലാം ആദ്യം എൻജിൻ ഓഫ് ചെയ്യണം, എന്നാലേ എല്ലാം നടക്കത്തുള്ളൂ. പിന്നെ എന്താ ഗൈസ്, ഈ ഉറങ്ങുന്നതാണ് സീന് ഗൈസ്. കറക്റ്റ് ഉറക്കം കിട്ടിയില്ലെങ്കിലില്ലേ തന്നെ ഇടയ്ക്കങ്ങ് സ്ക്രീനങ്ങ് ബ്ലാങ്ക് ആവും. നമ്മൾ ചില റൂട്ടിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങുന്നതൊന്നും കാണത്തില്ല, സൈഡിൽ സ്ലീപ്പിൻ്റെ ഇതൊന്നും കാണത്തില്ല ഗൈസ്. അപ്പോഴാണ് പണി കിട്ടുന്നത് നമുക്ക്. കാരണം ഇതങ്ങ് റെഡ് ആവുകയും ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഒക്കെ ഇങ്ങനെ കണ്ണടഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു സംഭവം. എന്തായാലും നമ്മളിപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്, ഇപ്പം സീനൊന്നുമില്ല. കണ്ടോ, ആ മനുഷ്യൻ്റെ കിടക്കുന്നതിൻ്റെ പടം നല്ല ഗ്രീനാണ്, അപ്പോൾ സീനൊന്നുമില്ല. പക്ഷേ നമ്മുടെ ലോറിയുടെ കണ്ടെയ്നറിൻ്റെ പടം കണ്ടോ, ഒരു ലൈറ്റ് ഗ്രീൻ പോലെ. ആ ഒരു ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഡാമേജ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, ലോഡിനും ഡാമേജ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഇവിടെ എല്ലാം റോഡ് പണിയാണ് നടക്കുന്നത് ഗൈസ്. ഈ റോഡ് പണി അവിടെ കൂടെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് മിക്കവാറും പൊട്ടിത്തെറിക്കും. ഗ്യാസ് ടാങ്കർ എനിക്കൊന്ന് പൊട്ടിത്തെറിക്കും തോന്നുന്നു, ഫുൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ. പിന്നെ ഗൈസ് ഇത് കണ്ടോ, ആ സൈഡിൽ ആ എഡ്ജ് കണ്ടോ പോച്ചയുടെ, അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് മുഴുവൻ പോകും ഗൈസ്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതായത് ഇതിനൊരു എഡ്ജുണ്ട് ഗൈസ്. ആ ഒരു എഡ്ജിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ലോഡ് ഫുള്ള് റോഡിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ വണ്ടി കയറത്തില്ല ഗൈസ്. ഇതുണ്ടോ, വണ്ടി കയറുന്നേയില്ല. ഓക്കെ, ഇപ്പോഴാണ് കയറി വന്നത്. ഈ ഒരു എഡ്ജിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ വണ്ടി ലോഡ് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറി വരത്തില്ല ഗൈസ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്തായാലും ഈ ഒരു വഴി വലിയ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടൂല ഗൈസ്. പിന്നെ വണ്ടി കിട്ടും, പക്ഷേ എനിക്ക് തോന്നും ലോഡ് റിലീസ് ചെയ്യേണ്ടി വരും. ലോഡ് റിലീസ് ചെയ്യുമ്പോൾ 3000 രൂപ നഷ്ടമുണ്ട്, നമ്മൾ 3000 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യമുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇനിയും ഗൈസ്. ഈ ഒരു വഴി എത്താറായില്ലേ, കുറേ നേരമായല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സ്പീഡ് ലിമിറ്റ് ഏകദേശം 50-ന് താഴെയാണ് തന്നേക്കുന്നത്. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇപ്പം 51 എല്ലാം പോയാൽ 500 രൂപ ഇപ്പം പെറ്റി എൻ്റെ കൈ കിട്ടിയേനെ. പക്ഷേ ഗൈസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെറ്റി ഇങ്ങനെ അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 രൂപ പോലും ഇല്ലെങ്കിലും -500 ആവും. ആ സമയത്ത് നമ്മൾ ലോഡ് എടുക്കുമ്പോൾ അതിൽ നിന്ന് 500 രൂപ പിടിക്കുക. ആ സമയത്ത് തന്നെ ആ സ്പോട്ടിൽ പൈസ പോവാണ്. നമ്മളല്ലാതെ വേറെ ഒന്നുമില്ല, സ്പോട്ടിൽ തന്നെ പൈസ പോകും ഗൈസ്. അങ്ങനെയാണ് ഇതിലെ
പിന്നെ ഡീസലിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയോളം ഫുൾ ടാങ്ക് വരുമ്പോൾ 1000 ചില്ലാൻ രൂപയോളം വരും. പിന്നെ ഗൈസ് നമ്മൾ ഡീസൽ ഇപ്പോൾ അടിക്കാതെ പോകുന്ന വഴികേടെന്ന് വെച്ച് തീർന്നു കിടക്കുവാണെങ്കിൽ നമുക്ക് ഡീസൽ വാങ്ങാൻ കിട്ടും. പക്ഷേ 1000 രൂപ കൊടുക്കുന്നിടത്ത് 2500 രൂപ കൊടുക്കണം ഗൈസ്. നമ്മളിതേ അത് ഓട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡാമേജ് ആവും. അപ്പോൾ ഗൈസ് എന്തായാലും എന്നുള്ള ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ.